ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ആ ദൈവത്തിൻ്റെ ഹിതത്തെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരമ്യാ പ്രവചനം 11-ാം അധ്യായമാണ്. നമുക്കറിയാം ഇരമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നാണ്. മാത്രമല്ല കരയുന്ന പ്രവാചകൻ എന്ന ഒരു അപരനാമം കൂടി ഇദ്ദേഹത്തിനുണ്ട്. യഹൂദ ജനം ദൈവത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അവർക്ക് വരുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് ഇരമ്യാവിൽ കൂടി പറയുന്ന ഒരു പ്രവചനമാണ് ഇരമ്യാ പ്രവചനം എന്ന് പറയുന്നത്. നമുക്കറിയാം ദൈവം വാഗ്ദത്തം കൊടുത്ത ഇസ്രായേൽ ജനത്തിനെ ദൈവം വഴി നടത്തിയ വിധങ്ങളെല്ലാം പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഓരോ പ്രാവശ്യവും ദൈവം ഇവരോട് ചെയ്ത ഓരോ നിയമങ്ങൾ ലംഘിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകുന്ന ജനത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഓരോ പ്രാവശ്യം ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും സർവശക്തനായ ദൈവം അവരെ മടക്കി വരുത്താനായി പ്രമാണങ്ങളിലൂടെയും ന്യായാധിപന്മാരിലൂടെ രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെ ഒക്കെ ഇവർക്ക് ദൂത് നൽകി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പല പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്ന് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനം. ഇതുപോലെ തന്നെ ഇരമ്യാവിലെത്തി നിൽക്കുമ്പോൾ ഇരമ്യാവിൽ കൂടി വളരെ ശക്തമായ ദൂത് ദൈവം ദേശത്തിന് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് നൽകി കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ ഇരമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പലപ്പോഴും ദൈവം ഇവരോട് ക്ഷമിച്ചു, വീണ്ടും ഒരു ദൈവത്തോട് മത്സരിച്ചു, ഇവർ പിന്മാറിപ്പോയി. വീണ്ടും ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ മടക്കി വരുത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് അത്രമാത്രം വലിയ സ്നേഹമാണ് ദൈവം എപ്പോഴും ദൈവത്തിന് മനുഷ്യനോടുള്ളത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ആഗ്രഹിച്ച കാര്യം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്, ദൈവത്തോടുള്ള ഫെലോഷിപ്പാണ്, ദൈവത്തോട് ചേർന്ന് നടക്കാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയും മാത്രമല്ല ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് അടുപ്പിക്കണം എന്ന ഒറ്റ ആഗ്രഹത്താൽ ദൈവം വീണ്ടും ഇവർക്ക് അവസരങ്ങളെ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇതുപോലെ എത്രയോ അവസരങ്ങൾ ദൈവജനമായി നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകി തന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറി എത്ര അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലേ? ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത വഴികൾ കൂടി നടന്നിട്ടും നമ്മളെ മടക്കി വരുത്താനായി എത്രയോ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. അത് വചനത്തിൽ കൂടിയാകാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രവചന ശബ്ദത്തിൽ കൂടിയാകാം, അല്ലെങ്കിൽ ദൈവം നമ്മളോട് നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാകാം. അങ്ങനെയൊക്കെ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാതെ പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു. നോക്കി, ദൈവം കൊടുത്തിരിക്കുന്ന ആ ഉടമ്പടി അല്ലെങ്കിൽ ആ പ്രമാണം അവർ ലംഘിച്ചിട്ട് അവർ അന്യദേവന്മാർക്ക് ബലി കഴിക്കാനും അന്യദേവന്മാരുടെ അടുക്കിലേക്ക് ആരാധിക്കാനുമായി കടന്നു പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ജനത്തോടാണ് ഇരമ്യാവ് ദൂത് ശക്തമായി അറിയിക്കുന്നത്. നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം തൻ്റെ ശിക്ഷാവിധി നിങ്ങളിലേക്ക് അയക്കും. നിങ്ങൾ എത്രയും വേഗം മടങ്ങി വരണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിങ്ങൾ എന്ത് ചെയ്യരുത്, ലംഘിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദൈവജനത്തിനെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ യഹൂദ ജനത്തെ ശക്തമായിട്ട് പ്രബോധിപ്പിച്ചിട്ട് മടക്കി വരുത്തുന്ന ഒരവസ്ഥയാണ് ഇരമ്യാവ് ചെയ്യുന്നത്. പലപ്പോഴും ഇരമ്യാവ് കണ്ണീരോടുകൂടിയാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ജനത്തിന് വേണ്ടി കരയുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ മാതൃകയുള്ള ഒരു കാര്യമാണ്. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ഈ ഇരമ്യാവിനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ആ ദൈവത്തിൻ്റെ ഹിതത്തെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് ഓടുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യം ദൈവം മൗനമായിരിക്കും. എന്നാൽ കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പോക്ക് തകർച്ചയിലേക്കാണ് നമ്മൾ വീഴാൻ പോകുന്നത്.
പദത്തിലേക്കാണെന്ന് മനസ്സിലാകുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് നൽകി തരാറുണ്ട് അല്ലേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായിട്ട് നമുക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട്, നമ്മൾ ഈ കൃപായുഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ, ദൈവത്തെ ലംഘിച്ചത്, ദൈവത്തിൻ്റെ ഉടമ്പടിയെ തിരസ്കരിച്ചതൊക്കെയും ദൈവം യേശുക്രിസ്തു മൂലം നമ്മളോട് ക്ഷമിച്ച് വീണ്ടും നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു നാം. അവിടുന്നൊക്കെയും കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും നമ്മളിലേക്ക് പകർന്നു തന്ന് ദൈവം നമ്മളെ ആ ദൈവസ്നേഹത്തിലേക്ക്, ആ ദൈവിക ആ ഒരു കൂട്ടായ്മയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റിയ നമ്മളോട് കാണിച്ച എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല, ആർക്കും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത അത്ര വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇന്നും ദൈവം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം മനുഷ്യൻ അകന്നു പോയിട്ടും ആ ദൈവം പുറകെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ട് ആ ദൈവത്തെങ്കിലേക്ക്, സൃഷ്ടാവെങ്കിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് തരുന്ന ആയുസ്സിനെ നമ്മൾ നഷ്ടമാക്കി ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടി കടന്നു പോകാതെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മളെ അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിയുന്നില്ല എന്ന് ഒറ്റ വാക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, കരുണാസമ്പന്നനായ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ അതിനായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ വീണ് കിടക്കുകയായിരിക്കാം. എങ്കിലും അവിടെ കിടക്കാതെ എഴുന്നേറ്റ് വരിക. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ കരുണാസമ്പന്നനായ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഒരു പക്ഷേ നമ്മൾ വീണ് പോയി, നമ്മൾ പാപം ചെയ്തു, ഇനി തിരികെ വരാൻ പറ്റില്ലെന്ന് നമ്മൾ വിചാരിച്ചാലും ആ ദൈവം പറയാം, ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നോട് ക്ഷമിക്കും, നീ എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക, നീ എങ്കിലേക്കൊന്ന് തിരിഞ്ഞു വാ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, ഞാൻ നിന്നെ വീണ്ടും പഴയതുപോലെ ആ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരാമെന്ന് ദൈവശബ്ദം നമ്മളോട് സംസാരിക്കും.